ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പൂരി ഉണ്ടാക്കുന്നത് നമ്മൾ റവ വെച്ചിട്ടാണ്. ഈ ഒരു പൂരിക്ക് ഒട്ടും തന്നെ എണ്ണയും കുടിക്കില്ല, അതേപോലെ നല്ല സോഫ്റ്റുമാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ ഈ ഇതിൽ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു ബെല്ലൈക്കണും കാണും, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത പാടെ ഒരു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 2.5 ഗ്ലാസ് അളവിലാണെങ്കിൽ 2.5 ഗ്ലാസ്, കപ്പാണെങ്കിൽ 2 കപ്പ്, 2.5 കപ്പോളം എടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫൈനായിട്ടൊന്നും പൊടിയില്ല, നിങ്ങൾക്ക് കൈവിൻ്റെ പരമാവധി നന്നായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും 2 ടീസ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ ഇളം ചൂട് വെള്ളം എടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ നമ്മൾ പൂരിക്ക് നല്ല സോഫ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ സാധാരണ വെള്ളത്തിൽ കുഴക്കുകയാണെങ്കിൽ നമ്മൾ ചുട്ട പാടെ ഇത് കഴിക്കണം, അല്ലെങ്കിൽ കുറച്ച് ടൈമൊക്കെ വെക്കുകയാണെങ്കിൽ ഹാർഡായി പോവും. അപ്പോൾ ഇത് ഇളം ചൂട് വെള്ളത്തിൽ തന്നെ കുഴക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കുഴച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പൂരിനേക്കാളും കുറച്ചും കൂടെ അളവിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു അളവിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്, നല്ല കട്ടിക്ക് കുഴക്കാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ, ജസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് അടച്ച് വെക്കാം. അതിനുശേഷം ഞാനിത് എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മളെ മാവ് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, സാധാരണ പൂരിയുടെ മാവിൻ്റെ ആ ഒരു സ്ട്രക്ചറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുഴക്കുമ്പോൾ കുറച്ച് അളവിൽ കുഴച്ചെടുക്കുക. റവ ആയതുകൊണ്ട് തന്നെ കുതിർന്ന് കുറച്ചും കൂടെ ഒന്ന് കട്ടിക്കായി വരും, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം എനിക്ക് വീണ്ടും എടുത്തിട്ട് നല്ലവണ്ണം ഒന്നും കൂടെ കുഴച്ചതിന് ശേഷം ഇതേപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് ഓരോ പൂരിയും. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് പൂരിയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾ ഉരുളകളാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതേപോലെ കുറച്ച് പൊടി തൂവി കൊടുത്തതിന് ശേഷം പരത്തിയെടുത്ത് ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാ പൂരിയും നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിലോട്ടിട്ട് നമ്മൾ സാധാരണ പൂരിയൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ പൂരി ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ തിളപ്പിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പം പൂരി പൊങ്ങയില്ല, അതേപോലെ നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരേ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം, തീ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. എന്നിട്ട് വേണം നമ്മൾ പൂരിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ പൂരിയെല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയും കുടിച്ചിട്ടില്ല, അതേപോലെ നല്ല സോഫ്റ്റുമാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ആട്ടപ്പൂരിനേക്കാളും മൈദപ്പൂരിനേക്കാളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരി തന്നെയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതേപോലെ ഈ ഒരു പൂരിക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ് മുട്ടക്കുറുമയും അതേപോലെ ചിക്കൻ കുറുമയും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതായാലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു 2 റെസിപ്പിയും ഇതിന് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കിയിട്ട് ചെയ്ത് നോക്കുക. ഈ പൂരിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്, നല്ല ടേസ്റ്റാണ് രണ്ടും. അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിലുണ്ടാകും.